ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഹെയർ കട്ടിങ് വീഡിയോ ആണ്. ഇന്ന് ഞാൻ എൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 2 years ആവാറായിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഹെയർ കട്ട് ചെയ്യാമെന്ന്, കുറച്ച് കയറ്റിയിട്ട് തന്നെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഡ്രസ്സ് വിക ഫാഷൻ സ്റ്റോറിൽ ഞാൻ പുതിയതായിട്ട് ഇറക്കിയ ഡ്രസ്സാണ്. നമുക്ക് ജീൻസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റും. കസ്റ്റമൈസ്ഡ് അവൈലബിൾ ആണ്. നമുക്ക് സ്ലീവൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ ഹെയർ കട്ട് ചെയ്യണതിന്. ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്നതാണ് ഹെയർ കട്ട് ചെയ്യണമെന്ന്. ഇപ്പോഴത്തെ എൻ്റെ ഒരു ഹെയറിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഇതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ലാസ്റ്റത്തെ ഒരു 4-5 വീഡിയോസ്, എനിക്ക് തോന്നുന്നു 3 വീഡിയോസിന് മുൻപുള്ള 4-5 വീഡിയോസിൽ കുറേ പേര് ചോദിച്ചേക്കുന്നത് എൻ്റെ ഹെയറിനെ കുറിച്ചിട്ടാണ്. എൻ്റെ ഹെയർ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് നീളം വെച്ച്, അതുപോലെ തന്നെ ഹെയർ എങ്ങനെയാണ് ഇത്ര സിൽക്കി സ്മൂത്തി ആയിട്ട് ഇരിക്കണേന്നൊക്കെ. നീളം വെച്ചതിന് ഞാൻ പറയൊരു കാരണം റോസ്മേരിയാണ്. കാരണം റോസ്മേരി അടിപൊളിയാണ്, നല്ല എഫക്റ്റീവാണ് ഹെയറിന്. ഞാൻ എനിക്ക് തോന്നുന്നു 4-5 ബോട്ടിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ നീളം വെച്ചതിന് മെയിൻ കാരണം റോസ്മേരി ആണെന്ന് ഞാൻ പറയുള്ളൂ, ഹെയർ നീളം വെച്ചതിന് കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ഹെയർ ഫ്രിസ്നെസ് ഒന്നും ഇല്ലാത്തത് ഞാൻ 2-3 ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഓൾറെഡി ഹെയർ അങ്ങനെയാണ്, ഫ്രിസ്നെസ്സോ കാര്യങ്ങളൊക്കെ കുറവാണ്. ഒരു വേവി സ്ട്രെയിറ്റ് ലുക്കാണ് കേട്ടോ. അപ്പം നമ്മൾ പാർലറിൽ പോയി, സ്കൂട്ടിയിലാണ് കേട്ടോ പോയത്. നമ്മൾ 2 പാർലറിൽ കയറിയിട്ട് ഫൈനൽ നമ്മളൊരു പാർലറിൽ എത്തി. അവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഈ പാർലറിലെത്തി ഹെയർ വാഷ് ചെയ്തു. അപ്പോൾ ഹെയർ എൻ്റെ മുടി കൊഴിയണം കേട്ടോ, നിങ്ങൾ നന്നായിട്ട് മുടി കൊഴിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം അവർ ഹെയർ ഷാമ്പുവും കണ്ടീഷണറൊക്കെ ഇട്ട് വാഷ് ചെയ്തു. അതിനുശേഷം ഞാൻ അവർക്ക് ലെങ്ത്ത് പറഞ്ഞു കൊടുത്തു, എത്രയാണ് വെട്ടേണ്ടതെന്ന് ലെങ്ത്ത് പറഞ്ഞു കൊടുത്തു. ഞാൻ ആദ്യം വിചാരിച്ചു ഇത്ര കയറ്റണോ ഇത്ര കുറയ്ക്കണോ എന്നൊക്കെ വിചാരിച്ച് ലാസ്റ്റ് ഞാൻ ആ ഒരു ലെങ്ത്തിൽ തന്നെ നിന്നിട്ട് അവർക്ക് കാണിച്ചു കൊടുത്തു കേട്ടോ. നല്ല സർവീസാണ് കേട്ടോ, അടിപൊളി സർവീസാണ്. ചാവക്കാട് യോളോ എന്നാണ് പറയുന്നത് തോന്നുന്നുണ്ട്. യോളോ പറഞ്ഞാൽ യൂണിസെക്സ് സലൂണാണ്. മെൻസിനും അതുപോലെ തന്നെ വുമൻസിനൊക്കെ ഉള്ള സർവീസ് ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അതാ ഹെയറൊക്കെ വാഷ് ചെയ്ത് ഇനി ഇത് ഡ്രൈ ചെയ്യണം. ബ്ലോ ഡ്രൈ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുന്നേ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ഒക്കെ അടിച്ചിട്ട് ബ്ലോ ഡ്രൈ ചെയ്ത് തുടങ്ങി കേട്ടോ. എൻ്റെ വീട്ടിലൊന്നും തീരെ താല്പര്യമില്ല ഹെയർ വെട്ടണേന്. കാരണം എൻ്റെ അമ്മയ്ക്ക് നല്ല ഹെയർ ഉണ്ട്, അമ്മൂമ്മയ്ക്കായാലും നല്ല ഹെയർ ഉണ്ട്. ഫാമിലി ഒരുവിധം എല്ലാവർക്കും നല്ല ഹെയർ ഉള്ളതാണ്. സോ ഇത്രയും വളർന്നു വരാൻ 2 years എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇത് വെട്ടിക്കളയണമെന്നൊക്കെ കുറേ പേര് പറഞ്ഞു. എന്തായാലും ഞാൻ വെട്ടാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ നല്ല ചൂടല്ലേ. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ഹെയറിൻ്റെ അവസ്ഥ കേട്ടോ. ബിഫോർ ആഫ്റ്റർ ഇത് കണ്ടോ, ട്രിം ചെയ്ത് തുടങ്ങി. ഞാൻ വിചാരിച്ചു സിസേഴ്സൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്യായിരിക്കുന്നു, പക്ഷേ ഒരു ട്രിം ചെയ്യായിരുന്നു. എൻ്റെ ഹെയർ ആദ്യമായിട്ട് ഞാൻ ട്രിം ചെയ്തിട്ട് കാണുന്നത്. ഞാൻ എപ്പോഴും ഹെയർ കട്ട് ചെയ്യുമ്പോൾ സിസേഴ്സൊക്കെ എടുത്തിട്ടാണ് ഹെയർ കട്ട് ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ ഹെയർ കട്ട് സ്ട്രെയിറ്റ് ആണ് ചെയ്തേക്കുന്നത്. ലാസ്റ്റ് ടൈം ഞാൻ ലെയറാണ് ചെയ്തത്. അപ്പം തന്നെ എനിക്ക് ആ ഒരു ലെയറിന് ശേഷം എനിക്ക് മനസ്സിലായിട്ടുണ്ട് ലെയർ ഇനി ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന്. കാരണം ലെയർ എൻ്റെ ഹെയറിൻ്റെ ഉള്ളിൽ കുറേ കളഞ്ഞു. എനിക്ക് അത്യാവശ്യം തിക്നെസ്സൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കുറേ കളഞ്ഞു. പിന്നെ എനിക്ക് വളർന്നു വരുന്ന മുടി ലെയർ കട്ട് അതിന് ശേഷം വളർന്നു വരുന്ന മുടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തൂങ്ങി കിടക്കുകയായിരുന്നു കേട്ടോ. എൻ്റെ മുടി കണ്ടു, കുറേ മുടി പോയി. അങ്ങനെ ഞാൻ സ്ട്രെയിറ്റ് ആണ് ഹെയർ കട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്ട്രെയിറ്റ് ഹെയർ കട്ട് ചെയ്തു. നല്ല ഷോർട്ടായിട്ടോ ഹെയർ. ഞാൻ ഇതുവരെയായിട്ട് എൻ്റെ ലൈഫിൽ ഇത്രയും ഷോർട്ട് ആക്കിയിട്ടില്ല. ചെറുപ്പത്തിൽ എങ്ങനെ ആക്കിയിട്ടുണ്ടാവും, എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഇത്രയും ആക്കിയിട്ടില്ല. ഇത്രയാണ് ഹെയർ വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് പറയണം കേട്ടോ. പിന്നെ ഞാൻ സ്പെക്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തി അമ്മയ്ക്ക് അച്ഛനെയും കാണിച്ചപ്പോൾ അവർക്ക് ഒരു കുഴപ്പമില്ല, അവർ ഹാപ്പിയായി, അവർക്ക് ഇഷ്ടമായെന്നാണ് കേട്ടോ പറഞ്ഞത്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, കാരണം എനിക്ക് ഷോർട്ട് ഹെയർ ഇല്ലാത്ത കാരണം ഷോർട്ട് ഹെയർ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് അമ്മ താഴെ കിടക്കുന്നുണ്ട് കേട്ടോ. ഉച്ചയ്ക്കാണ് ഞാൻ മുടി വെട്ടി വന്നത് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് നേരം കണ്ണാടിന് മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തല ആട്ടിക്കളിച്ചു. പിന്നെ എൻ്റെ അടുത്ത് ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേരെ ഞാൻ വിളിച്ചു. എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അപ്പോൾ അവരൊക്കെ വിളിച്ചു. അങ്ങനെ ഫ്രണ്ട്സിനൊക്കെ കാണിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ കണ്ണാടിൻ്റെ മുന്നിൽ എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നുണ്ട് കണ്ടോ. ഞാൻ തലയൊക്കെ ഇട്ട് ഇളക്കുന്നുണ്ട്. എനിക്കിപ്പോൾ കാണുമ്പോൾ എനിക്ക് ചിരി വരുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയോ ഞാൻ കാണിക്കുന്നുണ്ട്. എന്തായാലും ഇതുവരെ ഇല്ലാത്തൊരു സംഭവം വന്നപ്പോൾ ഒരു സന്തോഷമാണ്, വേറെ ഒന്നുമല്ല. മെൻ്റലി ഞാൻ ഓക്കെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇനി പുതിയ ഹെയർ സ്റ്റൈലൊക്കെ സ്റ്റൈൽ ചെയ്ത് നോക്കണം. പിന്നെ ഞാൻ പോണി ടൈൽ കെട്ടി നോക്കിയിട്ട് പോണി ടൈൽ കെട്ടാൻ പറ്റുന്നുണ്ടോ നോക്കി. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കെട്ടാൻ പറ്റുന്നുണ്ട്, കുഴപ്പമില്ലാണ്ട് കിടക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് എനിക്ക് നല്ല ഉള്ളുള്ള കാരണം, അത്യാവശ്യം ഉള്ളുള്ള കാരണം കുഴപ്പമില്ലായിരുന്നു. തുമ്പത്ത് എനിക്ക് ഭയങ്കര കട്ടി കുറവായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെട്ടിപ്പോയപ്പോൾ സമാധാനമായി എനിക്ക്. അങ്ങനെ ഇതാ ഹെയറൊക്കെ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. കുറച്ച് നേരം പട്ടി ഷോ ഒക്കെ ഉണ്ടായിരുന്നു ഹെയർ കട്ട് ചെയ്തതിൻ്റെ. അതിന് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവും, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഹെയർ ഇത്രയാണ് കേട്ടോ ലെങ്ത് വരുന്നത്. ഇത് കുറച്ച് ബാക്കിൽ ഇട്ട കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കും കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. ഇത്ര ഉണ്ട് ഹെയർ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെയായിട്ട് എൻ്റെ ഹെയർ ഇത്രയും ഷോർട്ട് ആക്കിയിട്ടില്ല.
ഇത്രയൊക്കെ ഉള്ള സമയത്ത് ഞാനിതാ ഇത്രയാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇത്രയാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്താണോ എനിക്ക് ഇത്ര സന്തോഷം. ഹെയർ കട്ട് ചെയ്തിട്ട് എൻ്റെ ഹെയർ കുറേ പോയി, എന്നാലും എനിക്കൊരു സന്തോഷമുണ്ട്. ചിലപ്പോൾ ഇനി കുറച്ച് ദിവസം ഞാൻ എനിക്ക് വിഷമം വരാട്ടെ, അയ്യോ എൻ്റെ ഹെയർ പോയല്ലോ എന്ന് ഓർത്തിട്ട്. ഇപ്പോൾ കറൻ്റ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്നിട്ട് ആട്ടി കളിക്കുകയായിരുന്നു. ഹെയർ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ടെന്ന് എനിക്കറിയാം. കുറച്ചധികം പേരുണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് തന്നെ. ഞാൻ ലാസ്റ്റത്തെ ഒരു 4-5 ഷോർട്സിൽ എൻ്റെ ഹെയർ കണ്ടിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ഹെയർ ഇത്ര ലെങ്ത്ത് വന്ന് പെട്ടെന്ന് സിൽക്കി ആയ സ്മൂത്തി ആയ അടിപൊളിയാണല്ലോ ഹെയർ എന്നൊക്കെ ചോദിച്ചിട്ട്. ആ ഒരു ഹെയർ ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു ഗായ്സ്. കട്ട് ചെയ്ത് കളഞ്ഞു. ഹെയർ കുറച്ച് ഡാമേജ് ഉണ്ടായിരുന്നു. പിന്നെ നല്ല മുടി കൊഴിച്ചിലാണ്, പിന്നെ നല്ല ചൂടാണ്, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല മുടി. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഹെയർ കട്ട് ചെയ്തത് കേട്ടോ. എനിക്ക് എൻ്റെ ഷോർട്ട് ഹെയർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊക്കെ പറയണം. എൻ്റെ ഷോർട്ട് ഹെയർ ആണോ നിങ്ങൾക്ക് ഇഷ്ടം, എൻ്റെ ലോങ് ഹെയർ ആണോ ഇഷ്ടം, അത് ഏരിയയിൽ ഒന്നാണ് ഇഷ്ടം എന്നൊക്കെ പറയണം നിങ്ങൾ. ഇനി എനിക്ക് ഡിഫറെൻറ്റ് ഹെയർ സ്റ്റൈൽ നോക്കാം ഷോർട്ട് ഹെയറിൻ്റെ. ഞാൻ ഇങ്ങനെയൊന്നും ആക്കാറില്ല. ഞാൻ കൂടുതലും സെൻറ്റർ പാർട്ടീഷനാണ് എടുക്കാറുള്ളത്. ഇനി എനിക്ക് ഇങ്ങനെയൊക്കെ ആക്കി നോക്കണം ഒരു രസത്തിൽ. യെസ്, ഞാൻ പോണിടൈൽ കെട്ടി വെച്ച് നോക്കി, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഷോർട്ട് ഹെയറിൽ പോണിടൈൽ അടിപൊളിയാണ്. പിന്നെ ഷോർട്ട് ഹെയർ ആക്കിയപ്പോൾ എനിക്ക് കുറച്ച് തടി കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ വേറെ ഒരാളും കൂടി പറഞ്ഞു, ഷോർട്ട് ഹെയർ ആക്കിയപ്പോൾ കുറച്ച് എന്തോ തടി കുറഞ്ഞ പോലെ ഫീൽ ചെയ്യാൻ കൈ വരഞ്ഞു തുടങ്ങി. ഓക്കെ, അപ്പോൾ അമ്മയ്ക്ക് അച്ഛനും കുഴപ്പമൊന്നുമില്ല. ഞാൻ വിചാരിച്ച അവരെന്നെ ചീത്ത പറയുന്നതാണ്, പക്ഷെ അവരെന്നെ ചീത്ത പറഞ്ഞില്ല, അവർക്കും കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ, ലവ് യു ഓൾ.